പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് സെന്റ് ആന്റണീസ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് പറയുമ്പോൾ 1995 ഓഗസ്റ്റ് 15-നാണ് വിശുദ്ധ അന്തോണീസ് ജനിച്ചത്. ഫെർണാണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. ദേവളിയുടെ ഭാഗമായി അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിലാണ് ആദ്യം ചേർന്നത്. പിന്നീട് രക്തസാക്ഷിയാവാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന് പ്രവർത്തിച്ചു. വചന പ്രഘോഷണത്തിൽ വളരെയധികം സാമർഥ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വിവിധ ഭാഷകളിൽ അദ്ദേഹം വചന പ്രഘോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1331 ജൂൺ 13-നാണ് അദ്ദേഹം പാർവയിലുള്ള ഒരു സന്യാസിനി മഠത്തിൽ വെച്ച് നിര്യാതനാവുന്നത്. ഗ്രിഗറി 11-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ പുണ്യവാളനായി അംഗീകരിച്ചു. ജൂൺ 13-നാണ് നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇപ്പോൾ ഈ ഫ്ലാഗിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ബൈബിൾ എന്ന് പറയുന്നത് അദ്ദേഹം വചനാധിഷ്ഠിതമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഈ വർഷം നമ്മൾ ആഭാവർഷമായിട്ടാണ് ആചരിക്കുന്നത്. പിതാവിൻ്റെ ഇരു കരങ്ങളിലുള്ള വിശുദ്ധ അന്തോണീസ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സെന്റ് ആന്റണി ദ ഗ്രേറ്റ് എന്നാണ്. മതാധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, കുടുംബ കേന്ദ്രീകൃതമായ വർഷം മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മുടെ ഇടവക ആഭാവർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഞങ്ങൾ ABBI ഗ്രൂപ്പിലെ രണ്ടാമത്തെ ഗ്രൂപ്പായ സെന്റ് ബൊറോമിയോയാണ്. വിശുദ്ധ ചാൾസ് ബൊറോമിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. വിശുദ്ധ മതാധ്യാപകരുടെ മധ്യസ്ഥനായാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ തന്നെ മറ്റെല്ലാ ചെലവുകളും കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്ലേഗ് എന്ന മഹാമാരി വന്നപ്പോൾ അദ്ദേഹത്തിന് ദരിദ്രർക്കുള്ളതെല്ലാം അദ്ദേഹം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു വിശ്വാസം പഠിക്കാനും പഠനത്തിനും നമുക്ക് ഇടവകയിൽ സമയവും സ്ഥലവും വേണമെന്ന്. അദ്ദേഹം കാരണമാണ് ഇന്ന് ഞായറാഴ്ചകളിൽ വിശ്വാസ പരിശീലനം കൊണ്ടാടുന്നത്. അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നം കാരണം 40-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു. നവംബർ 4-നാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ നമ്മൾ സഭയിൽ കൊണ്ടാടുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് ഞങ്ങളുടെ ഫ്ലാഗ് പ്രസന്റ് ചെയ്യുകയാണ്. Believe, love, faith. ഇതിൽ ഓരോ സിംബൽസും ഓരോന്നിനും റെപ്രസെന്റ് ചെയ്യുന്നു. ബൈബിൾ, ഫെയ്ത്ത്. നമ്മൾ വിശ്വാസം ആരംഭിക്കുന്നത് ബൈബിളിലൂടെയാണ്. നമ്മുടെ ഈശോയുടെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ബൈബിളിലൂടെയാണ്. നമ്മുടെ പൂർവികന്മാരും ബൈബിളിലൂടെയാണ്. പൂർവികന്മാരെ കുറിച്ച് നമ്മൾ ബൈബിളിലൂടെയാണ് അറിയുന്നത്. ഹാൻഡ് റെപ്രസെന്റ്സ് ബിലീവ്. നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കാതെ കാര്യമില്ല. നമ്മൾ വായിച്ചതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. ആൻഡ് ദ ഹാർട്ട് റെപ്രസെന്റ് ലവ്. ദൈവം സ്നേഹമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ സ്നേഹമായ ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ബൈബിളിലൂടെ ജീവിക്കണം. ദാറ്റ്സ് അവർ മോട്ടോ ആൻഡ് ഫ്ലാഗ്. നമ്മുടെ ജീവിത സാക്ഷ്യവും സംസാരവും എല്ലാം മറ്റുള്ളവർക്കും ഈശോയ്ക്കും സ്നേഹവും വെളിപ്പെടുത്തി കൊടുക്കണം. അതുവഴി അവർ ഈശോയെ വിശ്വസിക്കാനും സ്നേഹിക്കുവാനും ഇടയാക്കണം. താങ്ക് യു. ഞാനിവിടെ 3ാമത്തെ ഗ്രൂപ്പ് സെന്റ് ബർക്കുമൻസ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാഗിനെ പറ്റി പറയാനായിട്ട് മുമ്പ് ഞങ്ങളുടെ വിശുദ്ധനെ പറ്റി പറയാം. ലൂയിനടുത്തുള്ള സെന്റ് ഡീസ്റ്റിൻ എന്ന ചെറിയൊരു പട്ടണത്തിൽ 1899 മാർച്ച് 13-നാണ് വിശുദ്ധൻ ജനിക്കുന്നത്. വിശുദ്ധന് 2 സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സഹോദരൻ ഈശോ സഭയിലും വേറൊരു സഹോദരൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധൻ പഠനത്തിലൊന്നും വലിയ മികച്ചതല്ലായിരുന്നെങ്കിലും തൻ്റെ 13ാമത്തെ വയസ്സിൽ ഒത്തിരി മനോഹരമായ ലത്തീൻ കവിതകൾ എഴുതുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അൾത്താര ബാലനാകണമെന്ന് വിശുദ്ധന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇന്ന് സഭയിലെ വിശുദ്ധ ബർക്കുമൻസ് അറിയപ്പെടുന്നത് അൾത്താര ബാലന്മാരുടെ അല്ലെങ്കിൽ ഓൾട്ടർ പേഴ്സിൻ്റെ മധ്യസ്ഥനായിട്ടാണ്. 1615 ഈശോ സഭ ഒരു പുതിയ കോളേജ് ആരംഭിച്ചപ്പോൾ
അവിടുത്തെ പ്രഥമ വിദ്യാർത്ഥിനിയായി ചേർന്നത് വിശുദ്ധ ബെർക്കുമൻസ് ആയിരുന്നു. അങ്ങനെ 1716 വിശുദ്ധ ബെർക്കുമൻസ് ഈശോ സഭ നോവിഷ്യേറ്റിൽ ചേർന്നു. ഞങ്ങളുടെ ഫ്ലാഗിനെ വെച്ച് പറയുകയാണെങ്കിൽ സെൻറ്റ് ബെർക്കുമൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര്. പിന്നെ ഈ ഹൃദയം, വിശുദ്ധരുടെ ഹൃദയം 1621 മരിച്ച് ഇത്രയും വർഷമായിട്ടും ഇന്നും അഴുകാതെ തിരുശേഷിപ്പായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഈ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് ചുറ്റുള്ള അഗ്നി, വിശുദ്ധൻ്റെ ആ ഒരു തീവ്രത അത് ഞങ്ങൾ എടുത്തു കാണിക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ ബൈബിള്, വിശുദ്ധ കുരിശ്, ജപമാല. വിശുദ്ധൻ്റെ ജീവിതത്തിൽ 3 നിധികളായിട്ടാണ് വിഷ്ണുവ വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഉടനീളെ മുറുകെ പിടിച്ചിരുന്ന 3 നിധികളായിരുന്നു അവ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു താത്വിക പ്രതിവാദത്തിന് ശേഷം 1621 മാർച്ച് 5 ഓഗസ്റ്റ് 5 വിശുദ്ധന് പനി പിടിക്കുകയായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 13 വിശുദ്ധ ഇഹലോകവാസം വെടിഞ്ഞു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിശുദ്ധൻ തൻ്റെ സഹപാഠികളോട് പറഞ്ഞിരുന്നത്, ഞാനിവിടെ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ലെന്നാണ്. വിശുദ്ധൻ്റെ അനുസരണം എന്ന പുണ്യം അഭ്യസിക്കുന്നതിന് ഈശോനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മോട്ടോ പറ്റി പറയുകയാണെങ്കിൽ ഡു വാട്ട് യു ഡു വിത്ത് ഹോൾ ഹാർട്ട് ഓൺലി. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം, എന്നാലേ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. വിശുദ്ധൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ തന്നെ പഠനത്തിനും ഉണ്ടായിരുന്ന സ്ഥാനം വളരെ വലുതായിരുന്നു. ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിലും മുൻതൂക്കം കൊടുക്കാമെന്ന് നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അവസാനം സെന്റ് അൽഫോൺസ ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നു. സെന്റ് അൽഫോൺസ. വലിയച്ഛ, കൊച്ചച്ഛ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ അൽഫോൺസാമ്മയെക്കുറിച്ച് പറയാൻ സാധിച്ചത് ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്കറിയാവുന്ന പോലെ സഹനത്തിൻ്റെ പുത്രിയാണ് നമ്മുടെ നാടിൻ്റെ ആദ്യത്തെ വിശുദ്ധ. ഈ ലോകത്തെ പറ്റി പറയുകയാണെങ്കിൽ 4 കാര്യങ്ങളാണ് ഇതിലെടുത്ത് പറയാനുള്ളത്. കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റ്, എംബ്രേസ് സഫറിംഗ് വിത്ത് ലവ് ആൻഡ് ഫെയ്ത്ത്. ഈശോയിൽ ആഴമായ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്ന വിശുദ്ധ അൽഫോൺസാമ്മ ഈശോയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും സഹനത്തെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ആലിംഗനം ചെയ്തു. ഇതിലെ രൂപങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ മുഖം, 2 മനുഷ്യരൂപങ്ങൾ, കുരിശിൻ്റെ രൂപം, വിശുദ്ധ ബൈബിൾ. ക്രൂശിലേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ച വിശുദ്ധ അൽഫോൺസാമ്മ വചനത്തിലൂടെ ശക്തി സ്വീകരിച്ച് ദൈവസ്നേഹത്തിലും പരിസര സ്നേഹത്തിലും നിറഞ്ഞവളായി. ഇതിൽ ഞങ്ങൾ 3 പ്രധാനപ്പെട്ട കളർ എടുത്ത് പറയാണ്. ഗ്രീൻ, റെഡ്, വൈറ്റ്. ഈ 3 കളറും വിശുദ്ധ അൽഫോൺസാമ്മയുടെ ജീവിതത്തെ റിപ്രസെൻറ്റ് ചെയ്യുന്നു. ഗ്രീൻ എന്ന് പറയുന്നത് റെഡ് എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും, വൈറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധിയുടെയും, ഗ്രീൻ എന്ന് പറയുന്നത് ആത്മശക്തിയുടെയും. വിശുദ്ധ അൽഫോൺസ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ബാക്കിയുള്ള സിംബൽസുകളും. സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൺസാമ്മയുടെ ജീവിതത്തെ മുഴുവൻ ഈ ലോകയിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ അൽഫോൺസാമ്മയുടെ മാതൃക നമുക്കും പിന്തുടരാം. വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ മംഗളം നേരുന്നു. നന്ദി. 4 ഗ്രൂപ്പുകാർക്ക് നല്ലൊരു കൈയടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. 4 ഗ്രൂപ്പുകാരെ